അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബിൽ അടിപൊളി ഒരു ഫീച്ചർ ഉണ്ട്. അത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. അറിയുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആളുകൾക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിന്റെ ചാനൽ നെയിം മറ്റൊരു ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലീസിനോ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആ ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് സ്പേസ് വിടും, അല്ലെങ്കിൽ ഓരോ കോഡ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ അപ്പോസ്ട്രോഫി ഇടും, കുത്തു കോമ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പേര് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ പേരിന്റെ കൂടെ ഓരോന്നൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ മറ്റു ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഇത് ഷെയർ ചെയ്ത് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. യൂട്യൂബിൽ വന്ന് സെർച്ചിൽ നോക്കുമ്പോൾ നമ്മുടെ പേരൊന്നും കിട്ടിക്കോളണമെന്നില്ല. നമ്മൾ ഉദാഹരണത്തിന് എന്റെ ചാനലിലെ പേര് ഷാനാസ് വേൾഡ് എന്നാണ്. കാരണം ഞാനത് ഷാനാസ് എന്ന് കഴിഞ്ഞ അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്തിട്ടാണ് ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അത് ജസ്റ്റ് അപ്പോസ്ട്രോഫി എന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കൂല. നമ്മൾ ആ ഒരു പേര് മാത്രം അവർ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ചാനൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടണം എന്നില്ല കേട്ടോ. അപ്പൊ നമുക്കൊരു അടിപൊളി ഫീച്ചർ യൂട്യൂബിൽ തന്നെ വന്നിട്ടുണ്ട്, QR കോഡ്. കാരണം നമ്മൾ ആ ഒരു QR കോഡ് നമ്മുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവർക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലോട്ട് പെട്ടെന്ന് തന്നെ കയറുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്നത് ഞാൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പൊ ഞാനിതിവിടെ നമുക്ക് ആ QR കോഡ് നമ്മുടെ ഗാലറിയിലോട്ട് എങ്ങനെ സേവ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് യൂട്യൂബിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഹോം പേജ്, നമ്മൾ വീഡിയോസ് ഒക്കെ കാണാനുള്ള ഹോം പേജിലോട്ടായിരിക്കും പോകുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ യു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ Gmail ID ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ കൊടുത്തിട്ടുള്ള Gmail ID തന്നെയാണോ താഴെ വന്നേക്കണമെന്ന് നോക്കുക. അതിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു യു എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുന്നത്. അവിടെ നമ്മുടെ ചാനൽ നെയിമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പേരിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ ആയിട്ട് റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് കാണാം. ആ ഒരു ഡോട്ട്സ് ക്ലിക്ക് ചെയ്യും. നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോം പേജിന്റെ മേലെ 3 ഡോട്ട്സിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 4 ഓപ്ഷൻ വരും. കോപ്പി, ലിങ്ക്, ക്വിക്ക് ഷെയർ, വിത്ത് കിഡ്സ്. അതിൽ നമുക്ക് QR കോഡാണ് വേണ്ടത്. നമുക്ക് ആ ഒരു QR കോഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് അവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പൊ താഴെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ടു ക്യാമറ റോൾ എന്നുള്ള ഓപ്ഷൻ താഴെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു QR കോഡ് നമ്മുടെ ചാനലിലോട്ട് നമ്മുടെ ഗാലറിയിലോട്ട് അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്കാൻ ചെയ്തിട്ട് എങ്ങനെയാണ് ചാനലിലോട്ട് കയറുന്നത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്റെ വിവോ ഫോണാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ മേലെയായിട്ട് ഒരു QR കോഡിന്റെ സ്കാനർ ഉണ്ട്. അപ്പൊ അത് ഞാനൊന്ന് സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഗാലറിയിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ സെർച്ചിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിലോട്ട് ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. ഇതിൽ നിന്ന് ഞാൻ ആ ഒരു സ്കാനർ എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു യൂട്യൂബിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിൽ തെളിയുന്നതായിരിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലോട്ട് ഡയറക്റ്റ് കയറുന്നതായിരിക്കും. അപ്പൊ ചാനൽ നെയിം വേണ്ടവർ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ, വീഡിയോസ് കാണുന്നവർ എല്ലാവർക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. കാരണം സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടിയാണ് ഒന്നുകൂടെ എളുപ്പം ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ചാനലിലോട്ട് വരാനായിട്ട് ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാണാനും ഈ ഒരു ഓപ്ഷൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമന്റും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ആർക്കെങ്കിലും ഈ ഒരു QR കോഡ് യൂട്യൂബിൽ ഉള്ളതായിട്ട് അറിയുന്നില്ലെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചാനൽ വിജയിപ്പിക്കുക. കാരണം ഇത് നമുക്ക് എത്ര കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഈ ഒരു QR കോഡ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.